കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ തീരദേശ ഹർത്താൽ തുടങ്ങി. ഹർത്താലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കും. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, സംസ്ഥാന വ്യാപകമായിട്ടുള്ളൊരു ഹർത്താലാണ്. 125 കേന്ദ്രങ്ങളിലേക്കാണ് പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുക എന്ന് ഈ ഒരു സമരസമിതി അടക്കം, അല്ലെങ്കിൽ ഈ ഒരു ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി അടക്കം പറഞ്ഞിരിക്കുന്നത്. എല്ലാ സംഘടനകളുടെയും, അനുകൂല സംഘടനകളുടെ പിന്തുണ കൂടി ഈ ഒരു ഹർത്താലിനുണ്ട്. തീർച്ചയായും കാളിദാസ്, എന്തായാലും ഹർത്താൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഈ കടൽ മണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ഹർത്താലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി അർദ്ധരാത്രി മുതൽ ഇന്ന് രാത്രി അർദ്ധരാത്രി വരെയാണ് ഈ ഹർത്താൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്തെ 125 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാനത്തിലാണ് ഇന്ന് ഈ ഹർത്താൽ ആചരിക്കുന്നത്. കൂടാതെ തന്നെ LDF, UDF മുന്നണികൾക്കൊപ്പം ലത്തീൻ അതിരൂപതകളും ധീവരസഭയും വിവിധ മുസ്ലിം ജമാഅത്തുകളുടെ പിന്തുണ ഈ സമരത്തിനുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. ഈ ശംഖുമുഖത്തുള്ള ഈ മത്സ്യ തൊഴിലാളികൾ അല്ലെങ്കിൽ ഈ വള്ളങ്ങളൊന്നും തന്നെ ഇപ്പോൾ എടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാവിലെ മുതൽ തന്നെ ഹർത്താൽ ആചരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി തന്നെ വള്ളങ്ങളെല്ലാം തന്നെ ഇപ്പോഴും തീരത്ത് തന്നെ ഉണ്ട്, കടലിലേക്ക് ഇറക്കിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികളടക്കം ഇവിടെയുണ്ട്. പ്രധാനമായും ഈ മത്സ്യ അനുബന്ധ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ, ഫിഷ് മെർച്ചന്റ് അസോസിയേഷൻ, ഐസ് ഫാക്ടറി ഉടമകളുടെ സംഘടനകൾ തുടങ്ങിയവരെല്ലാം തന്നെ ഈ സമരത്തിന് അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂടാതെ തന്നെ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കടലിൽ പോയിട്ടില്ല. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വള്ളങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. കൂടാതെ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ തീരദേശത്ത് തന്നെയുണ്ട്. ഇവരെ സംബന്ധിച്ചാണെങ്കിൽ ഈ ഹർത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉപജീവന മാർഗമാണ് ഈ മത്സ്യം പിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മത്സ്യ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും ഉപജീവന മാർഗം തന്നെയാണ്. ചേട്ടാ, ഈ ഹർത്താൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു? കൂടാതെ ഈ മത്സ്യ അല്ലെങ്കിൽ ഈ കടൽ മണൽ ഖനനം വരികയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള, നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ലേ ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത്? സാധാരണ ആൾക്കാർക്ക് ബാധിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ താഴെ കിടക്കുന്ന ചെളികളെന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് എടുത്തു കഴിഞ്ഞാൽ താഴ്ന്നു കിടക്കുന്ന മത്സ്യം ഇവിടെ നിൽക്കത്തില്ല, അത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകും. പിന്നെ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ കിടന്ന് ഇരയെണ്ണേണ്ടി വരും. അപ്പൊ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വാരാതെ ഇരുന്നിട്ട് നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പം പണ്ടത്തെ കണക്കൊന്നുമല്ല, ഇപ്പോൾ വലിയ മീൻ കുറവാണ്. ഇപ്പൊ മത്സ്യത്തൊഴിലാളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്നൊക്കെ പോകാൻ പോവുകയാണ് എവിടെയെങ്കിലുമൊക്കെ. അപ്പൊ നമ്മൾ ആ രീതിയിലൊക്കെ ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല. ഗവൺമെന്റ് ആ ഇലക്ഷൻ വരുമ്പോൾ ഒക്കെ വന്ന് നമ്മുടെ ഇതിൽ വന്നിട്ട് കൈകൂപ്പി നിൽക്കുന്ന ആ സമയത്ത് ഇലക്ഷനിൽ ജയിച്ച് ഇങ്ങനെ കാണിച്ചിട്ട് ആ പോക്കെ തന്നെ പിന്നെ ഒന്നും കാണുന്നില്ല. മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യുന്നു? മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പൊ തന്നെ ഫിഷറീസിൽ തന്നെ 100 രൂപ അടച്ച് വർഷം വരെ അടച്ചിട്ടിരുന്ന തന്നെ അതിപ്പം 300 രൂപ ആക്കിയിരിക്കുന്നു. അത് ഈ മത്സ്യത്തൊഴിലാളി എങ്ങനെ കൊടുക്കുന്നത്? ഈ ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ ഇവിടെയൊക്കെ മത്സ്യം പിടിക്കാതെ തന്നെ ദൂര സ്ഥലത്തൊക്കെ ബോട്ടിലൊക്കെ പോവുകയാണ്. അത് ഇവിടുത്തെ നമ്മുടെ ഈ മീൻ കിട്ടാത്തതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഇത് ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഈ കടലിൽ എന്ത് സംഭവിക്കുന്നത് എന്തെന്നൊന്നും അറിയത്തില്ല. ഈ മണൽ വാരിയാലും വെള്ളം ഒരുപാട് കയറ്റത്തിൽ വരും. ഇപ്പൊ വള്ളം വയ്ക്കാൻ തന്നെ ഇവിടെ ശംഖുവത്തൊക്കെ സ്ഥലങ്ങൾ ഒന്നുമില്ല. ഈ സ്ഥലത്തിൽ ഇനിയിപ്പം നമ്മൾ എവിടെ കൊണ്ടുപോകാൻ വേണ്ടി? അവിടെ ഈ ശംഖുവത്ത് വച്ചാൽ തന്നെ അവരൊരു പരിപാടി വരുമ്പോൾ ആ വള്ളങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി പറയുന്നു. ആ വള്ളം എവിടെ നിന്ന് ഞങ്ങളെടുത്ത് മാറ്റി എവിടെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി? വീട്ടിന്റെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ഈ വള്ളങ്ങളൊക്കെ, ഈ വെയിറ്റുള്ള വള്ളങ്ങളൊക്കെ 2-3 പേര് തൂക്കുന്നതാണെങ്കിൽ ഈ നമ്മൾ പൊക്കിക്കൊണ്ട് ഇങ്ങനെ വച്ചു കൊടുക്കാൻ വേണ്ടി തോന്നും. ഇതിപ്പോ ഒരുപാട് ക്രെയിൻ കൊണ്ടുവന്നാൽ ഇത്രയും വള്ളത്തിന് ഒരു 200 വള്ളം പോലും ഇവിടെ എല്ലാം കിടക്കുന്നു. ഈ 200 വള്ളത്തിന് ക്രെയിൻ കൊണ്ടുവന്നല്ല പൊക്കാൻ പറ്റത്തില്ല. മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കാൻ വേണ്ടിയെന്ന് കേന്ദ്ര സർക്കാരിന് അവർക്ക് മൊത്തം അവർ വിടുന്ന ഓർഡർ അനുസരിച്ച് എല്ലാം ചെയ്യുന്നു. പക്ഷെ പാവപ്പെട്ട ജനങ്ങളൊക്കെ എങ്ങനെ ജീവിക്കാൻ വേണ്ടി? ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മത്സ്യത്തൊഴിലാളികളുടെ വിഷമങ്ങളാണ് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ജീവിക്കേണ്ടത്? കേന്ദ്ര സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളും അറിയില്ല. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഉപജീവന മാർഗമാണ് ഈ കടലിൽ പോയി മീൻ പിടിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വിൽക്കുന്നതും. ഇത്തരത്തിലാണ് ഈ സാധാരണക്കാർ ജീവിക്കുന്നത്. ഈ ഒരു കടൽ മണൽ ഖനനം കൊണ്ടുവരികയാണെങ്കിൽ അത് സാധാരണക്കാരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഏറ്റവും കേന്ദ്രം അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം
എടുക്കുന്നു, കേന്ദ്രം ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നാണ് ഈ പ്രധാനമായും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ നമുക്കറിയാം കൊല്ലത്ത് മാത്രമായി 300 ദശലക്ഷത്തിലധികം ടണൽ മണൽ കൊല്ലം തീരപ്രദേശത്തുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ 2022 മുതൽ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനിക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമായിട്ടും ലത്തീൻ അതിരൂപതകളടക്കം ഇതിന് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആകാശവും ഭൂമിയും അടക്കം തന്നെ എല്ലാം കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിൽക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് ഈ പ്രധാനമായും ലത്തീൻ അതിരൂപതകളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ സമരവുമായി അല്ലെങ്കിൽ ഹർത്താലുമായി മുന്നോട്ട് തന്നെ പോവുകയാണ് കാളിദാസ്. ശരി വിനയ.